കാറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷും രൂപേഷും കൂടെ അമ്മായിയെ വന്ന് റിസപ്ഷനെ ക്ഷണിക്കാൻ വന്നതാണ്. അപ്പം ഗംഗാധരൻ അവിടെ ഉണ്ട്. എന്തിനാവോ ഇങ്ങോട്ട് വന്നേക്കുന്നത്? നിൻ്റെ അനിയൻ കെട്ടിയ പെണ്ണും ഇന്നലെ തിരിച്ചു പോയെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. അങ്ങനെ ഇറങ്ങിപ്പോയതൊന്നുമല്ല എന്ന് രൂപേഷ് പറയുന്നു. അവൻ കൊണ്ടാക്കിയെന്ന് അറിഞ്ഞത്. കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമോ അത് അവളുടെ ബന്ധുക്കാർ അവനെ തല്ലിക്കൊല്ലുമോ എന്ന് ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും തിരിച്ചു വരുന്നെന്ന് സുഭാഷ് പറയാണ്. ഞങ്ങളിപ്പം വന്നത് അവരുടെ വിവാഹം പെട്ടെന്നായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു റിസപ്ഷനുണ്ട്, അതിന് വിളിക്കാൻ വന്നേ. ബന്ധുക്കളായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളല്ലോ എന്ന് പറയണം. അപ്പം അമ്മായി പറയാണ്, ബന്ധുക്കളെന്ന് പറയുന്നത് സ്ഥാനം തരല്ലേ, അത് ഞങ്ങൾക്ക് നാണക്കേടാ എന്ന് പറയാണ്. സുഭാഷ് പോകാനായിട്ട് ഒരുങ്ങുമ്പം ചോദിക്കാനടാ, നീയല്ലേ എല്ലായിടത്തും പെണ്ണ് കണ്ടുകൊണ്ട് നടക്കുന്നത്, നിൻ്റെ അനിയൻ കിട്ടിയ സ്ഥിതിക്ക് നീ അതെങ്കിലും നിർത്തുവടാ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വാ രൂപേഷ് പറയാണ്, വാ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് അമ്മായിയും ഗംഗാധരനും കയറി പോവുകയാണ്. അപ്പോൾ സുനന്ദയാണെങ്കിൽ ഓടിച്ചെല്ലാൻ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ്. ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രൂപേഷ് അങ്ങോട്ട് നടക്കുകയാണ്. എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഒരു ദേഷ്യവും ഉണ്ടാവല്ലേ എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല, അമ്മായിയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ, എന്നോട് ആ ദേഷ്യമൊന്നും കാണിക്കല്ലേ എന്ന് സുനന്ദ പറയാണ്. നിന്നോട് ഒരു ദേഷ്യവും എനിക്കില്ല, അമ്മായിയുടെ സ്വഭാവവും വല്യച്ഛൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്നതല്ലേ ഉള്ളൂ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയാണ്, ഞാനൊരു കാര്യം പറയാൻ വന്നേ. എന്താ നീ പറഞ്ഞോ. അല്ല, ഇനിയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെയും കാണാൻ പോകണ്ട, എങ്ങും ചായ കുടിക്കാനും പോകണ്ട. എനിക്കാണെങ്കിൽ സുഭാഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. സുഭാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്, എനിക്ക് സുഭാഷ് ഏട്ടനോട് കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സുഭാഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് സുനന്ദ പോവുകയാണ്. സുഭാഷ് ഇങ്ങനെ എന്താ വേണമെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ രൂപേഷ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വാ ഏട്ടാ, എന്താ സുനന്ദ ചേച്ചി പറഞ്ഞത് എന്ന് ചോദിക്കാൻ, ഒന്നുമില്ല എന്നും പറഞ്ഞ് സുഭാഷ് രൂപേഷിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ സുധീഷും നിധിയും കൂടെ വണ്ടിയിൽ വരികയാണ്. സുധീഷ് പറയാണ്, ഇനി എന്തായാലും വിഷമിക്കണ്ടല്ലോ, അച്ഛന് കുഴപ്പമില്ല, അച്ഛൻ റിക്കവറായെന്ന് അറിഞ്ഞല്ലോ, ഇനി എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചത്, എൻ്റെ ജീവിതം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ഞാൻ ഓരോരുത്തർ പോകുന്നത് വേറൊരു വഴിക്ക്. അപ്പോൾ സുധീഷ് പറയുന്നത്, ഇങ്ങനെ ആലോചിച്ച് പോകുന്നത് കൊണ്ടാണ് പ്രശ്നം, ചിന്തിക്കാതെ അത് അതിൻ്റെ വഴിക്ക് വിടുക, അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നം ഇല്ലെന്ന് സുധീഷ് പറയുകയാണ്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, തിരുവനന്തപുരത്ത് പോവുക, അവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ ചേരുക, പഠിക്കുക, ഇതൊക്കെ ആലോചിച്ചാൽ മതി എന്ന് സുധീഷ് പറയുകയാണ്. അപ്പോൾ നിധി പറയാണ്, ഞാൻ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല, എൻ്റെ അച്ഛനെ വിട്ട് ദൂരേക്ക് പോവുക, അതിനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് നിധി പറയുകയാണ്. എന്നാലും അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. സുധീഷ് പറയാണ്, സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം ഉണ്ടാവുമല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ദേഷ്യവും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണെന്ന് പറയാണ്. നിധി ചോദിക്കുകയാണ്, എന്താ ഞാൻ പോകാൻ പറഞ്ഞിട്ടും സുധീഷ് പോവാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് പറയാണ്, എനിക്ക് തോന്നി ചേട്ടന്മാരോ ആരെങ്കിലും അറിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിധി ഒറ്റയ്ക്കാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത് എന്ന് പറയണം. എനിക്കങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പം നിധി ചിരിക്കുന്നുണ്ട്. താങ്ക്സ്, അങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് സുധീഷിൻ്റെ കൂടെ വീണ്ടും വരാൻ പറ്റില്ല, ഇല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഇറക്കിയിടുമ്പോൾ ഞാൻ ആ ബാഗുമായിട്ട് എങ്ങോട്ട് പോകാനാണ് എന്ന് നിധി ഇങ്ങനെ പറയുകയാണ്. നമുക്ക് എവിടെയെങ്കിലും കയറി ആഹാരം കഴിച്ചാലോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഒന്നും കഴിച്ചില്ലല്ലോ, വിശന്നിരിക്കല്ലേ, എന്തെങ്കിലും കയറി കഴിച്ചാലോ എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, കഴിക്കാലോ എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ സുഭാഷ് വീട്ടിലാണെങ്കിൽ റിസപ്ഷന് വേണ്ടി അവരെല്ലാം തയ്യാറെടുക്കുകയാണ്. അപ്പം സുഭാഷിൻ്റെ കുറേ പൈസയുണ്ട്, കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പം ഹരീഷ് വന്നിട്ട് പറയാം, ചേട്ടാ കുറേ പൈസ ആവത്തില്ലേ ഇതിനൊക്കെ, എന്താണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം സുഭാഷ് പറയണേ, വേണ്ട മോനെ, അത് നീ വെച്ചോ, ഇതൊക്കെ മതി, എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറയാം, വേണ്ട കൂടുതൽ പൈസയാവും, ഇതും കൂടെ വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഹരീഷ് നിർബന്ധിച്ച് സുഭാഷിൻ്റെ പൈസ കൊടുക്കുന്നു. അപ്പോൾ രൂപേഷ് അങ്ങോട്ട് വരികയാണ്. രൂപേഷ് അങ്ങോട്ട് വന്നിട്ട് പറയാണ്, പന്തലായി, ആളുകളെ വിളിച്ച് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം ചെയ്തു, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്തില്ല. അപ്പോൾ സുഭാഷ് ചോദിക്കും, അതെന്താടാ നമ്മൾ ചെയ്യാൻ മറന്നുപോയത് എന്ന് ചോദിക്കുകയാണ്. അത് ചെറുക്കനും പെണ്ണിനുള്ള ഡ്രസ്സ്, അവർക്ക് റിസപ്ഷൻ ഇടാൻ ഡ്രസ്സ് വേണ്ടേ, അത് നമ്മൾ വാങ്ങിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറയാം, ശരിയാണല്ലോ, അത് നമ്മൾ വാങ്ങിച്ചില്ലല്ലോ, അത് നമ്മൾ മറന്നുപോയല്ലോ എന്ന് പറയാണ്. സുഭാഷ് പറയണം, അതും എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം, ഒന്നിനും ഒരു കുറവുണ്ടാവല്ലേ, നാട്ടുകാരൊന്ന് ഞെട്ടണം,
എന്ന് പറയുകയാണ്. സുഭാഷ് പറയുന്നത് കേട്ട് ഹരീശ്വരൻ അതിനുള്ള വഴി ഒപ്പിക്കാം സുഭാഷ് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ്. ഇടയ്ക്ക് സുഭാഷ് ആണെങ്കിൽ സുധീഷിനെ വിളിക്കുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. വരും ഏട്ടാ, വരും, അങ്ങോട്ട് തന്നെയൊക്കെ വരും എന്ന് ചോദിക്കുകയാണ്. പറയുകയാണ്. സന്ധ്യയ്ക്ക് മുമ്പ് നേരത്തെ തന്നെ എത്തണേന്ന് പറയാം. നേരത്തെ തന്നെ എത്താം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ കയറി. സുധീഷിനാണെങ്കിൽ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. നിധി തിരിച്ച് സുധീഷിൻ്റെ കൂടെ തന്നെ വന്നല്ലോ. നിധിക്കാണെങ്കിൽ അന്നേരം ആ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ സേഫായിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കുറേയൊക്കെ വിഷമം മാറി. അങ്ങനെ അവരുടെ അടുത്ത് ഒരു കടയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ സുധീഷാണെങ്കിൽ പറയാണ്, എന്ത് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിക്കും എന്ന് പറയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ നിധിക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ നിധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. നിധി തൻ്റെ കൂടെ വന്നതിൽ നല്ല സന്തോഷമുണ്ടല്ലോ സുധീഷിന്. ഈ സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ഫോൺ എടുക്കുമ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം സുഭാഷ് പറയാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്, നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ചോദിക്കണം, അതെന്താ കാര്യം, അതെന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ, നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ആ വഴി അങ്ങ് പോയാലോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നിധി കയറുകയാണ്. അങ്ങനെ നിധി എടുത്ത് പറയുകയാണ്, പോലീസാണ് ഇരിക്കുക എന്ന് പറയുകയാണ്. ഇരിക്കെന്ന് പറഞ്ഞിട്ട് അന്ന് പെട്ടെന്നായിരുന്നില്ല നിങ്ങളുടെ കല്യാണം, അതിനുള്ള കല്യാണം കഴിഞ്ഞതിൻ്റെ ഡോക്യുമെൻ്റാണ് എന്നും പറഞ്ഞു ഒരു പേപ്പർ എടുത്ത് നിധിയുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞു, കല്യാണം കഴിഞ്ഞതിൻ്റെ ഡോക്യുമെൻ്റ് ആണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടേ, മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് നിധിയും ഞെട്ടുന്നുണ്ട്. അങ്ങനെ നിധി ആ പേപ്പർ വായിച്ചു നോക്കുവാണ്. വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നിധിക്ക് കാര്യം മനസ്സിലായി. സുധീഷും നിധിയും തമ്മിലുള്ള വിവാഹം നടന്നെന്ന് മനസ്സിലായി. നിധിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് സുധീഷിനോട്. സുധീഷിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പം ഈ പേപ്പർ നിങ്ങളുടെ കയ്യിൽ വെച്ചോ, ഇത് തരാനാണ് വിളിച്ചത് എന്ന് പോലീസ് പറയുകയാണ്. അപ്പം നിധി അത് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിലും സുധീഷിനോട് നല്ല ദേഷ്യമുണ്ട്. അപ്പം ഒന്നും മിണ്ടാതെ വന്ന് വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ സുധീഷ് സുധീഷിന് മനസ്സിലായി, നിധിക്ക് കാര്യം മനസ്സിലായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്താം. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നിധി പറയണം, എവിടെയെങ്കിലും ഒന്ന് നിർത്തണം എന്ന് പറയാണ്. അങ്ങനെ സുധീഷ് കൊണ്ടുവന്ന് ഒരാളില്ലാത്ത സ്ഥലത്തോട്ട് നിർത്തുകയാണ്. എന്നിട്ട് നിധി ചോദിക്കണം, ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. ഇത് മാരേജ് സർട്ടിഫിക്കറ്റാണ്, നമ്മുടെ രണ്ടിൻ്റെയും കല്യാണം കഴിഞ്ഞെന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.